ഹായ്. കമ്പനികളുടെയൊക്കെ Q3 റിസൾട്ടിൻ്റെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ വന്നു തുടങ്ങി. ജനുവരി ആദ്യം തൊട്ട് വരാൻ തുടങ്ങിയതാണ്. ഞാൻ കുറച്ച് ട്രാവലിങ്ങും അതേപോലെ തന്നെ നല്ല പനിയുമായിരുന്നു. സൗണ്ടൊക്കെ ശരിയായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്ഡേറ്റുകൾ തരാൻ ലേറ്റ് ആയത്. V2 റീറ്റെയിലിൻ്റെ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ട് ഒരു 3-4 ദിവസത്തിന് മുകളിലായി. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് ഏകദേശം 57% റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ V2 റീറ്റെയിലിൻ്റെ. കഴിഞ്ഞ Q2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നാം. Q2 86% ഉണ്ടായിരുന്നു. ഇതിപ്പം ഇയർ ഓൺ ഇയർ നോക്കിയാൽ കഴിഞ്ഞ Q3 ഈ Q3യിലേക്ക് നോക്കി കഴിഞ്ഞാൽ 57% റവന്യൂ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അതൊരു എക്സലന്റ് നമ്പറാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ Q3യിലായിരുന്നു ഈ പറഞ്ഞ പോലെ ദുർഗാ പൂജ, അതേപോലെ തന്നെ ദീപാവലി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിരുന്നത് Q3യിലായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കിയാൽ ദുർഗാ പൂജയൊക്കെ വന്നിരിക്കുന്ന Q2ല്. കഴിഞ്ഞ റിസൾട്ടിൽ ദുർഗാ പൂജയുടെ ഒക്കെ എഫക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് കുറച്ച് കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ Q2 നോക്കിയപ്പോൾ 86% റിസൾട്ട് കഴിഞ്ഞ തവണ വന്നിരുന്നു റവന്യൂ ഗ്രോത്തിൽ. പക്ഷേ ഈ Q3യിൽ അത് വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ദുർഗാ പൂജ കുറച്ച് നേരത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ Q2ൽ പോയി. Q3യിലുള്ളത് ദീപാവലിയുടെയാണ്. കുറച്ച് ദീപാവലി ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കൂടെ ആയിരുന്നു. അതായത് ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിരുന്നു, പകുതിക്ക് മുമ്പായിട്ടായിരുന്നു ദീപാവലി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇത് രണ്ടും Q3യിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബേസ് കൂടുതലാണ്. കാരണം അവിടെ കൂടുതൽ സെയിൽസ് നടന്നിരുന്നു. അതിന്റെ മുകളിലാണ് ഇപ്പോൾ അതിന്റെ എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ, അതായത് ഈ ദുർഗാപൂജയുടെ ഒന്നും സെയിൽസ് ഇല്ലാതെ തന്നെ കമ്പനിക്ക് ഏകദേശം 57% റവന്യൂ ഗ്രോത്ത് കൊണ്ടുവരാണ്ട് വന്നിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50% മാനേജ്മെന്റിന്റെ ഗൈഡൻസ്. അത് വെച്ച് നോക്കുമ്പോൾ ഗൈഡൻസിന്റെ മുകളിലാണ് കമ്പനി പെർഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏകദേശം 35 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം. ടോട്ടൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഏകദേശം 100-ന് മുകളിൽ ഷോറൂംസ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. 189 ആയിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തീരുന്ന സമയത്ത് അവരുടെ ടോട്ടൽ സ്റ്റോറിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ 189 എന്നത് 294 കൂടിയിട്ടുണ്ട്. ഏകദേശം 105-106 സ്റ്റോർ, 105 സ്റ്റോറോളം കൂടുതൽ നെറ്റിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഒരു സ്റ്റോർ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതോടെ കൂട്ടിയിട്ടാണ് അവർക്ക് ഏകദേശം 294 സ്റ്റോറാണ് ഇപ്പോൾ ഉള്ളത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ് ആദ്യം 100 സ്റ്റോറോളം ആയിരുന്നെങ്കിൽ ഇപ്പൊ ഏകദേശം 125-130 സ്റ്റോറിന്റെ ഗൈഡൻസ് ആണ് അവർ Q2 സമയത്ത് തന്നിരുന്നത്. നോക്കിയാൽ ഏകദേശം അതിനനുസരിച്ച് തന്നെയാണ് കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഈ Q4ൽ നമുക്ക് ഏകദേശം ഒരു 25-30 സ്റ്റോറും കൂടെങ്കിലും പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിക്കാം. സോ നല്ല രീതിയിൽ വോളിയം ഗ്രോത്ത് അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. കമ്പനിക്ക് പുതിയ സ്റ്റോറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ SSSG നോക്കിയാൽ അതിന്റെ നോർമലൈസ്ഡ് നോക്കിയാൽ ഏകദേശം 12.8% ഉണ്ട്. നോർമലൈസ്ഡ് നോക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞില്ലേ ദുർഗാപൂജയുടെ ഒക്കെ എഫക്ട് ഉള്ളത്. ദുർഗാപൂജയൊക്കെ കഴിഞ്ഞ വർഷം Q3യിലായിരുന്നു, ഇപ്രാവശ്യം അത് Q2ലായിട്ടുണ്ട്. ദുർഗാപൂജയുടെ ഒക്കെ സെയിൽസിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്ട് മാറ്റിയ ശേഷം നോർമലൈസ്ഡ് ആയിട്ടുള്ള SSSG എന്ന് പറയുന്നത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 12.8% ആണ്. സോ അത് ഇപ്പോൾ Q2 പ്ലസ് Q3യിൽ നോക്കിയാൽ ഏകദേശം 10.4% ഉണ്ട്. അതായത് നല്ല രീതിയിൽ കമ്പനിക്ക് ഓൾറെഡി ഉള്ള സ്റ്റോറുകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സെയിൽസ് വരുന്നുണ്ട്. ആൾക്കാർ പെട്ടെന്ന് നോക്കുമ്പോഴത്തേന് അതിന്റെ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ടഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2% ആണ് SSSG എന്ന് പറയുന്നത്. നോർമലൈസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ നോക്കുമ്പോഴത്തേന് SSSG കുറഞ്ഞു പോയതായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നോർമലൈസ്ഡ് അല്ലെങ്കിൽ ഈ രണ്ട് ക്വാർട്ടറോടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇതുപോലെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ആകുമ്പോഴത്തേന് നോർമലൈസ്ഡ് നോക്കുന്നത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കിയാൽ SSSG നല്ല നമ്പറാണ്. അതായത് ഓൾറെഡി ഉള്ള സ്റ്റോറുകളിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്, പുതിയ ഷോറൂംസ് നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ കമ്പനി എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1032 ആണ് സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്. കഴിഞ്ഞ Q2ന്റെ റിസൾട്ടിൽ നമ്മൾ സംസാരിച്ച സമയത്ത് ഏകദേശം 948-950 താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇത്രയും ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പോലും സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1000-ന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഓരോ സ്ക്വയർ ഫീറ്റിൽ കമ്പനി എത്ര രൂപയുടെ സെയിൽസ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും അവരുടെ ബേസ് കൂടുവാണ്, അതായത് സ്ക്വയർ ഫീറ്റിന്റെ സൈസ് കൂടുവാണ്. സോ ആ രീതിയിൽ നോക്കുമ്പോഴത്തേന് കമ്പനി പുതിയതായിട്ട് ഷോറൂം ഓപ്പൺ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ അവിടെ എല്ലാം റവന്യൂ കൂട്ടാണ്ട് മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ നല്ല ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് 9 മന്ത്സിൽ നല്ല രീതിയിൽ കമ്പനി ഗ്രോ ചെയ്തിട്ടുണ്ട്. 60% മുകളിൽ കമ്പനിക്ക് ഗ്രോത്തും വന്നിട്ടുണ്ട്. അതുപോലെ പാറ്റിന്റെ ഒന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല, കാരണം അത് ഫുൾ റിസൾട്ട് വരുമ്പോഴേ വരുള്ളൂ. പക്ഷെ എങ്ങനെ നോക്കിയാലും കമ്പനി നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അടുത്തൊരു ഫെബ്രുവരി ആദ്യമായിരിക്കണം അവരുടെ റിസൾട്ട് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് ഫുൾ റിസൾട്ട് സംസാരിക്കാം. പിന്നെ മാനേജ്മെന്റ് എന്താണ് കമന്ററി ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫുൾ റിസൾട്ട് വരുമ്പോൾ സംസാരിക്കാം. ഇപ്പോൾ ഏതായാലും കമ്പനിയുടെ പെർഫോമൻസ് നല്ല രീതിയിലാണ്. ഇനിയിപ്പോൾ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ജുവലറി സെക്ടറിൽ നിന്നുള്ള കുറെ കമ്പനികൾ വന്നിട്ടുണ്ട്. കല്യാൺ ജുവലേഴ്സ് വന്നിട്ടുണ്ട്, ടൈറ്റൻ വന്നിട്ടുണ്ട്, സെൻഗോ വന്നിട്ടുണ്ട്, PC ജുവലേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കമ്പനികളുടെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുറകെ അവരുടെയൊക്കെ വീഡിയോസ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.